ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പുതിയ വീഡിയോസൊന്നും ഇല്ലാത്തതെന്നൊക്കെ. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റമദാൻ വ്ളോഗാണ്. അപ്പോൾ നോമ്പിന് ഒരു ദിവസം ഇക്കാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡായിട്ട് ചെയ്യുന്നത് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരു ഹറിബറി ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പോർഷൻസൊക്കെ പോയിട്ടുണ്ട്. എന്നാലും പറ്റിയ സമയത്തൊക്കെ എടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മോനുള്ള ലഞ്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവന് ചോറും വെണ്ട പൊരിച്ചതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെണ്ട കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇറാനി പോളയും മുട്ട ബജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോനുള്ള വെണ്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെണ്ട ഞാൻ കുട്ടികൾക്കുള്ളതല്ലേ, അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ്റെ പരിപാടികളും ചെയ്ത് വെക്കുകയാണ്. പിന്നെ ചിക്കൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ പീസാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കുറേ സമയം വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അപ്പോഴത്തേക്ക് അവിടെ വെണ്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടിയിട്ട് മോന് ചോറ് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി മോനുള്ള ചോറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചോറിലേക്ക് ഞാൻ കറിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒലീവ് ഓയിലും ഉപ്പുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് യോഗട്ടും വെണ്ട പൊരിച്ചതും, ഇത്രയേ ഉള്ളൂ. അതുണ്ടെങ്കിൽ തന്നെ ആൾ ഹാപ്പിയാണ്. വെണ്ട ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ചോറൊക്കെ കഴിക്കും. അപ്പോൾ അതവന് ചോറ് കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ ഇരുന്ന് കഴിക്കും. അപ്പോഴത്തേക്ക് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇനി സ്നാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഞാനല്ല കേട്ടോ ചെയ്തത്, ഷാജൽക്ക ഉള്ളിയൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇറാനി പോളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒരു പാനിലിട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഞാനിങ്ങനെ സിസർ വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ്. എനിക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര പൊടിഞ്ഞു പോകും പീസൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇറാനി പോളയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഇറാനി പോളയുടെ റെസിപ്പി ഞാൻ മുന്നേ റെസിപ്പി മാത്രമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്ത് അതിൻ്റെ ഉണ്ണി ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണ്ണി മാത്രം, ബാക്കി കുറച്ചെണ്ണം മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ മന്തിയിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ പാനിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ളത്.
അപ്പോൾ അതവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ ഉണ്ണി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമില്ല, ഒരു പകുതിയോളം മുട്ടയുടെ ഉണ്ണി മാത്രമാണ് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമുള്ളത്. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണിയോടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഫില്ലിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയിൽ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ ഈ വെള്ളയുടെ ഉള്ളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചീസും കൂടി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ചീസ് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ ഫില്ലിങ് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ബജി ഉണ്ടാക്കുന്ന പോലെ കടലപ്പൊടിയുടെ മാവ് ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗസ്റ്റൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ കിച്ചണിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിനൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അവരൊക്കെ വന്നു. ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി തുടങ്ങിയപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നൊക്കെ വേണ്ടിയിട്ട് മോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ ഇങ്ങനെയുള്ള പണികളും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ ആൾക്ക് എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെപ്പോഴും വരും. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നേക്കാനൊക്കെ അവന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്താൽ നമ്മൾ ഫുഡ് കഴിക്കുക, നോമ്പ് തുറക്കുക, അതാണ് പരിപാടി. അപ്പോൾ നോമ്പ് തുറക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നോമ്പ് തുറക്കുന്ന പരിപാടി മാത്രം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ബനിയാസിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, പെരുന്നാളിനുള്ള അബായൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റെഡ് ചീക്ക് എന്ന് പറയുന്ന ഈ ഒരു അബായ ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഷോപ്പിൽ അബായേൻ്റെ കളക്ഷൻസൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മിക്കവാറും നമ്മുടെ മലയാളീസിനൊക്കെ പറ്റിയിട്ടുള്ള വർക്കൊക്കെ കുറഞ്ഞ വർക്കിലൊക്കെയുള്ള നല്ല അബായാസൊക്കെ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ പ്രൈസും തന്നെ ഒരു മിതമായ പ്രൈസാണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല മോഡലൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസമാണ് കേട്ടോ എടുത്തത്. അവരുള്ള ദിവസം ഞങ്ങളിതുപോലെ അബായ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വിട്ടുപോയി. ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ പോകുന്ന ഇടയിൽ വീഡിയോ എടുക്കാനാണ് വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ഒന്നുകൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെടുത്തിട്ടുണ്ടായിരുന്ന അബായൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ പോയ അന്ന് ഞാനതൊക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. അബായ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിൽ വന്നു. അപ്പോഴത്തേക്ക് രാത്രി ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ മന്തിയൊക്കെ കഴിച്ചു. മന്തി, പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുറത്ത് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ പോയി. പക്ഷെ അവിടെ ബീച്ചൊക്കെ രാത്രി ക്ലോസ് ആണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലി പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് സമയം കുട്ടികൾ കളിച്ചു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു.
പക്ഷെ അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്നത്തെ ദിവസം പോയത് നമ്മൾ വീഡിയോ എടുത്തിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം അബായ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടെ അവിടെ പോയി. കാരണം മോന് ഭയങ്കര കരച്ചിലായിരുന്നു. അവനന്ന് കുറച്ച് സമയം കളിച്ചുള്ളൂ, ഇനിയും പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ഒന്നുകൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ പാർക്കിലുണ്ടായിരുന്നുള്ളൂ. കളിക്കുന്ന സമയത്തും തന്നെ മോന് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കൊറോണ ഒക്കെ ഉള്ള സമയത്ത് കൂടുതൽ ആളുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കൊന്നും നമ്മൾ പോകാറില്ല, പാർക്കിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം മോന് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 4:30 മണിക്കാണ് നമ്മളന്ന് തിരിച്ച് വീട്ടിലെത്തിയത്. സുബൈ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷമായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ റോഡൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ റോഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.